ഞങ്ങളതിനെക്കുറിച്ച് പ്രാഥമിക വിലയിരുത്തലുകളൊക്കെ ഇന്ന് നടത്തിയിട്ടുണ്ട്. പാർലമെൻറ്റ് ഇലക്ഷൻ്റെ ഉപതെരഞ്ഞെടുപ്പാണ്. പാർലമെൻറ്റ് ഇലക്ഷൻ ഉപതെരഞ്ഞെടുപ്പിന് മുൻപും കേരളത്തിൽ വൻ പോളിംഗ് റെക്കോർഡ് ചെയ്യപ്പെട്ടിട്ടില്ല. അപ്പോൾ എന്തായാലും ഞങ്ങളുടെ പ്രാഥമിക വിലയിരുത്തൽ നടത്തിയതെന്ന് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുള്ളത് ഇത് ഈ ഒരു പോളിംഗ് ശതമാനം കോൺഗ്രസ് പാർട്ടിയുടെയോ UDFൻ്റെയോ ഭൂരിപക്ഷത്തെ ഒരു കാരണവശാലും ബാധിക്കുകയില്ല. ഞങ്ങൾ പ്രതീക്ഷിച്ച ഭൂരിപക്ഷമായി മുന്നോട്ട് പോകും. നേരത്തെ മുതൽ കോൺഗ്രസിന്റെ ആത്മവിശ്വാസം ഞാൻ പറഞ്ഞില്ല ആത്മവിശ്വാസം കൂടുന്നതല്ലാതെ കുറയത്തില്ല ഈ റിസൾട്ടിൽ. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾ ഇന്നും നാളെയും കൂടെ ഒരു വിശദമായ മീറ്റിംഗുകൾ നടത്താൻ അവരോട് പറഞ്ഞിട്ടുണ്ട്. പഞ്ചായത്ത് അടിസ്ഥാനത്തിൽ ബൂത്ത് ഏജന്റുമാരെയും കൂടി വെച്ചിട്ട് ഞങ്ങളും പരിശോധിക്കും എന്താണ് പോളിംഗ് ഇങ്ങനെ ഒരു പോളിംഗ് ഇത്ര കുറയാനുള്ള സാഹചര്യം എന്താണെന്ന് പരിശോധിക്കും. പാർലമെൻറ്റ് ഇലക്ഷന് നമുക്കെല്ലാവർക്കും അറിയാം ഒരു വാശിയുടെ കുറവ് അവിടെ കണ്ടിരുന്നു പ്രചരണ രംഗത്ത്. എന്തായാലും അത് മനസ്സിലാക്കും. പക്ഷേ ഞങ്ങളെ ഒരു വിലയിരുത്തൽ ഇത് ഒരു കാരണവശാലും പ്രിയങ്കാജിയുടെ ഭൂരിപക്ഷം ഞങ്ങൾ പ്രതീക്ഷിച്ച ഭൂരിപക്ഷത്തെ ബാധിക്കുകയില്ല. ഇടതുപക്ഷത്തിന് അമിത ആത്മവിശ്വാസം നൽകുന്ന ഈ പോളിംഗ് ശതമാനം കുറഞ്ഞെന്നാണ് സത്യമംഗേരി പറഞ്ഞത്. 23 വരെ അവർക്ക് അവകാശമുണ്ട്. അവർ ആത്മവിശ്വാസത്തോടെ നിൽക്കട്ടെ. പക്ഷേ ഞങ്ങൾ വയനാട്ടിൽ പോയവർക്കും വയനാട്ടിലെ ജനങ്ങൾക്കും അറിയാലോ കൃത്യമായിട്ട് എന്താണ് അവിടെ നടക്കാൻ പോകുന്നത്. ആളുകൾക്ക് ഒരു അനാവശ്യമായ ഒരു ഉപതെരഞ്ഞെടുപ്പ് വന്നു അങ്ങനെ അതൊക്കെ അവരുടെ വാദമുഖമാണല്ലോ. അതൊക്കെ CPMൻ്റെയും കൈരളിയൊക്കെ നടത്തുന്ന വാദമുഖമാണ്. അതിനോടൊന്നും ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നില്ല. നിങ്ങളുടെ ചാനലൊക്കെ അതൊക്കെ പറഞ്ഞോട്ടെ. ജനം 23-ാം തീയതി വിധി എഴുതും പറയാലോ. ആരോടാണ് ജനങ്ങൾക്ക് വോട്ട് ചെയ്യാൻ വിമുഖത? ഏത് പാർട്ടി അണികൾക്കാണ് സ്വന്തം പാർട്ടിയോട് വോട്ട് ചെയ്യാൻ വലിയ താല്പര്യമില്ലാത്തത്? ഇത് 23-ാം തീയതി വ്യക്തമായിട്ട് മനസ്സിലാവും. ആ 23-ാം തീയതി മനസ്സിലാവുമ്പോൾ ഈ പറഞ്ഞതിനുള്ള ഉത്തരം വരും ചെയ്യും. എന്തെങ്കിലും കാരണം വിലയിരുത്തുന്നുണ്ടോ ഈ പോളിംഗ് ശതമാനം കുറയാൻ? അല്ല, ഞങ്ങൾ വിലയിരുത്തലുണ്ട്. ഞങ്ങൾ ആ വിലയിരുത്തൽ ഇപ്പം പറഞ്ഞല്ലോ. ഞങ്ങളുടെ വിലയിരുത്തൽ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾക്ക് വോട്ട് കുറയില്ല. ഞങ്ങൾ ഉറപ്പിച്ച് ഞങ്ങൾ വിശ്വസിക്കുന്നുണ്ട്. ഞങ്ങൾക്ക് വോട്ട് കുറയില്ല. ഇപ്പോൾ EP ജയരാജൻ്റെ ഒരു പുസ്തകം അതൊരു പ്രമുഖ ആരാണ് സത്യം ആരാണ് അസത്യം നോട്ടീസ് അയച്ചിട്ടുണ്ട്. നമ്മളൊക്കെ കേരളത്തിലല്ലേ ജീവിക്കുന്നത്. നമ്മളെല്ലാം പറയുന്നത് കേരളം എന്ന് പറഞ്ഞാൽ നമുക്ക് ചിന്തിക്കാൻ ഏറ്റവും ശക്തിയുള്ളവരാണ്, കഴിവുള്ളവരാണ്. അതാണല്ലോ സത്യവും. ഇതിനെന്താ അത്രയും ചിന്തിക്കാനുള്ളത്? ഇത് ഇന്നലത്തെ പോളിംഗ് ദിവസം. അതെങ്ങനെ DC ബുക്സിന് അത് മാത്രമുള്ള ചങ്കൂറ്റം ഉണ്ടാവുമോ? ഞാൻ ചോദിക്കുന്ന ചോദ്യം, EP ജയരാജൻ പറഞ്ഞത് വളരെ ഗൗരവമുള്ള കാര്യമാണ്. EP ജയരാജൻ പറഞ്ഞത് ശരിയാണെങ്കിൽ അത് വളരെ ഗൗരവമുള്ള കാര്യമാണ്. അദ്ദേഹം അറിയാതെ അദ്ദേഹത്തിൻ്റെ ആത്മകഥയുടെ ആണെന്ന് പറഞ്ഞിട്ട് DC ബുക്സ് പ്രസിദ്ധീകരിക്കാൻ ഒരു നടപടി സ്വീകരിച്ചിട്ട് ഒരു കോൺസ്പിറസി ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ സർക്കാർ അന്വേഷിച്ച് പുറത്തു കൊണ്ടുവരണ്ടേ? ഇത് വേറെ ഏതെങ്കിലും സർക്കാരാണോ അവിടെ ഭരിക്കുന്നത്? ഇത് CPMൻ്റെ സർക്കാരല്ലേ ഭരിക്കുന്നത്? ഇതൊന്തൊരു ചോദ്യമാണ്. CPMന് അങ്ങനെ ഒരു കോൺസ്പിറസി ഉണ്ടെങ്കിൽ അത് ഇതിനേക്കാൾ ഗൗരവമാണ്. EP ജയരാജൻ്റെ ഒരു ആത്മകഥ, ആത്മകഥ, വ്യാജ ആത്മകഥ ഉണ്ടാക്കി അതിൽ സർക്കാരിനെയൊക്കെ വിമർശിക്കാനുള്ള കാര്യങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ, പിണറായി വിജയനെ വിമർശിക്കാൻ കാരണം ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ അത് ആരുണ്ടാക്കിയതാണ്? അത് പറയട്ടല്ലേ? അത് പറയട്ടില്ല. അതിപ്പം സ്വാഭാവികമായിട്ടും EP ജയരാജൻ്റെ ഈ ഒരു ഇത് ഞാൻ ഉദ്ദേശിക്കുന്നത്, ഞാൻ മനസ്സിലാക്കിയെടുത്തോളം അത് ഗൗരവമുള്ളതാണ് അദ്ദേഹം പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഒന്നുകിൽ അത് മനസ്സിലാവും അദ്ദേഹം കള്ളം പറഞ്ഞാണ്, അദ്ദേഹം ഏൽപ്പിച്ചതാണെന്ന്. അല്ലെങ്കിൽ അദ്ദേഹത്തെ ആരോ വേട്ടയാടുന്നുണ്ട്. EP ജയരാജനെ വേട്ടയാടാൻ താല്പര്യം ആർക്കാണെന്ന് വ്യക്തമാവട്ടെ കേരള സമൂഹത്തിന്. അത് ഗൗരവമായിരിക്കും. ഇതിപ്പം ഞാൻ ചോദിക്കുന്ന ഒരു ചെറിയ കാര്യം, ഇത്രയും കേരളത്തിലെ ഒരു സംവിധാനത്തിന് ഇത് അന്വേഷിക്കാൻ പറ്റില്ലേ? ഇത് ഇങ്ങനെ ഈ പുസ്തകം വന്നു ഇത് വന്നു മനസ്സിലാക്കാൻ കേരളത്തിലെ ഗവൺമെൻറ്റിന് അതിനൊരു ഒരു വഴിയുമില്ലേ? ആരെ കളിപ്പിക്കുകയാണ് ഇവർ? നിങ്ങൾക്കറിയാമായിരിക്കുമല്ലോ, മാധ്യമപ്രവർത്തകർക്ക്. നിങ്ങൾക്കറിയില്ലേ ഇതെങ്ങനെ വന്നു എന്നുള്ളത്? എടാ, ഇത് ബാക്കിയെല്ലാം ചൂഴ്ന്നെടുക്കുന്നത് നിങ്ങൾക്ക് ഇത് മനസ്സിലാവുന്നില്ലേ? പിന്നെ DC ബുക്സ് മനഃപൂർവ്വമായിട്ട് ഇത് ഉണ്ടാക്കിയതാണോ? അതിനെന്താണ് അവർക്ക് താല്പര്യം അങ്ങനെ ഉണ്ടാക്കാനാണെങ്കിൽ? അവരെ ആരാണ് നിയന്ത്രിച്ചത്? അവരെ ആരാണ് മുന്നോട്ട് കൊണ്ടുവന്നത്? എനിക്ക് മനസ്സിലാവാത്ത കാര്യം, ഇതെല്ലാം തന്നെ CPMനകത്ത് ഇന്ന് വന്ന് ഭവിച്ചുകൊണ്ടിരിക്കുന്ന ജീർണതയുടെ പരിണിത ഫലങ്ങളാണ്. അത്രേ ഉള്ളൂ. വരികളാണെങ്കിൽ ഒന്ന്, സരിൻ അവസരവാദിയാണ്. രണ്ടാം പിണറായി സർക്കാർ ദുർബലമാണ്. ഈ വാദങ്ങളാണ് EP-യുടെ വരികളാണെങ്കിൽ ഉന്നയിക്കുന്നത്. ഞാൻ ചോദിക്കുന്നത്, ഇത് രണ്ടും ഗൗരവമായിട്ടുള്ള കാര്യമാണെന്നല്ലേ CPM വിചാരിക്കുന്നത്? ഇത് രണ്ടും CPMനെതിരെയുള്ള ഡയറക്റ്റ് അറ്റാക്കല്ലേ? CPMനെ അറ്റാക്ക് ചെയ്യുന്നതിനേക്കാൾ അവർക്ക് വിഷമം പിണറായിനെ അറ്റാക്ക് ചെയ്യുമ്പോഴാണ്. പാർട്ടി അറ്റാക്ക് ചെയ്യുന്ന അത്ര വിഷമം ഉണ്ടാവാറില്ല ചിലർക്ക്, CPMലെ ചിലർക്ക്.
അപ്പോൾ അത് രണ്ടും ഇത്രയും ഗൗരവമായ വിഷയമായതുകൊണ്ട് അത് കണ്ടെത്തണ്ടേ അവരല്ലേ ഭരിക്കുന്നത്. പോലീസ് അവരുടെ കയ്യിലല്ലേ, ഇന്റലിജൻസ് അവരുടെ കയ്യിലല്ലേ, സ്പെഷ്യൽ ബ്രാഞ്ച് അവരുടെ കയ്യിലല്ലേ. ഇതിനൊരു പ്രതിവിധി ഇത് ഞാൻ മനസ്സിലാക്കുന്നത് ഇത്രയും ഒരു ചെറിയ കാര്യം അന്വേഷിച്ച് കണ്ടുപിടിക്കാൻ കേരളത്തിൽ ഭരണ സംവിധാനത്തിന് കഴിയില്ലെങ്കിൽ പിന്നെ അവരെന്തിനാ കസേരയിലിരിക്കുന്നത്? അതിന് പ്രതിവിധി പാലക്കാട് DPയെ കൊണ്ടുവരികയാണ് പ്രശ്നിക്കാൻ. ഏത് ഞാൻ ഒരു കാര്യം ഉറപ്പിച്ച് പറയാം, ഇതിപ്പം ഇത്തരം കാര്യങ്ങൾ ഉപതെരഞ്ഞെടുപ്പിൽ EPയെ കൊണ്ടുവന്ന് പ്രസംഗിപ്പിക്കുന്നത് കൂടുതൽ അപഹാസ്യമാവല്ലേ ചെയ്യുള്ളൂ. ആദ്യം അവർ ചെയ്യേണ്ടത്, പാലക്കാട് വരുന്നതിന് മുമ്പ് ചെയ്യേണ്ടത്, ഈ സംഭവത്തിൻ്റെ ഗൂഢാലോചന ആര് നടത്തിയെന്ന് തെളിവ് സഹിതം കണ്ടുപിടിച്ച് പൊതുസമൂഹത്തിന് മുന്നിൽ കൊണ്ടുവരികയാണ് ചെയ്യേണ്ടത്. EP പറഞ്ഞതാണ് ശരിയെങ്കിൽ. ഇനി EP അല്ല പറഞ്ഞത്, EP പറഞ്ഞതാണ് ശരിയെങ്കിൽ അദ്ദേഹത്തെ കൊണ്ടുവന്ന് പാലക്കാട് പ്രസംഗിപ്പിക്കുന്നതിന് എന്ത് അർത്ഥമാണുള്ളത്? ഇത്രയെല്ലാം പറഞ്ഞവരാണ്.